ഹായ് ഓൾ, വെൽക്കം ടു ഏസ് ലേണിംഗ്. എൻ്റെ പേര് മസ്ഹർ. ഇന്ന് നമ്മൾ ഏസ് ആപ്പിലൂടെ നോക്കാൻ പോകുന്നത് മാത്സിൻ്റെ വെൻ ഡയഗ്രം എന്നുള്ള ടോപ്പിക്കാണ്. വെൻ ഡയഗ്രം ഒരുപാട് വിദ്യാർത്ഥികൾ കുറച്ച് പ്രയാസമുണ്ട് എന്നുള്ള രീതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായി. വെൻ ഡയഗ്രം എന്നുള്ള ടോപ്പിക്കിൻ്റെ പ്രത്യേകത, ഈ ടോപ്പിക്ക് മുമ്പ് പി എസ് സിയിൽ 2020 മുമ്പൊക്കെ നോക്കിയാൽ വളരെ റെയറായിട്ടുള്ള ഒന്നോ രണ്ടോ പേപ്പറിൽ കാണുന്ന ഒരു ടോപ്പിക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 2022, 23, 24 ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നിറയെ ഒരു ഓരോ വർഷത്തിലൊരു മിനിമം 2 ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നതായി കാണുന്നുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഒരു ചോദ്യം നോക്കാം. സോ ഒരു ഹോസ്റ്റലിൽ 60% പേർ ചായ കുടിക്കുന്നവരും 50% പേർ കാപ്പി കുടിക്കുന്നവരും 25% പേർ ചായയും കാപ്പിയും കുടിക്കുന്നവരാണ്. ചായയും കാപ്പിയും കുടിക്കാത്തവർ എത്ര ശതമാനം? സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ പല ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മളെല്ലാവരും പരിചിതമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിൻ്റെ കൺസെപ്റ്റ് ഒന്ന് നോക്കാം. ഒരു 40 വിദ്യാർത്ഥികളുണ്ടെന്ന് വിചാരിക്കാം. 40 വിദ്യാർത്ഥികൾ. അതിൽ ചായ കുടിക്കുന്നവരെന്ന് മാറ്റിയിട്ട് ചായ മാത്രം കുടിക്കുന്നവർ, അവർ ചായ അല്ലാതെ വേറൊന്നും കുടിക്കില്ല, അങ്ങനത്തെ 10 പേരുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ. കാപ്പി കുടിക്കുന്നവരും ഒരു 10 പേർ തന്നെയാണെന്ന് വിചാരിക്കുക. കാപ്പി മാത്രം കുടിക്കുന്നവർ പ്രത്യേകിച്ച്. ഇനി ചായയും കാപ്പിയും കുടിക്കുന്ന ആളുകൾ ഒരു 10 പേരുണ്ടെന്നും ഇവ രണ്ടും കുടിക്കാത്ത ആളുകൾ ഒരു 10 പേരുണ്ട് വിചാരിക്കുക. സോ മൊത്തം എത്ര പേരുണ്ട്? 40 പേരുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഈ പ്രശ്നം വരുന്നുണ്ടോ? 10 10 20, 20 10 30, 30 10 40. ഈ ക്വസ്റ്റ്യനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ പറയുന്നത് ചായ കുടിക്കുന്നവരെന്നാണ്. സോ ഇതിൽ ചായ കുടിക്കുന്നവർ എത്ര ആൾക്കാരാണ്? നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും അത് 10 ആണെന്നുള്ളത്. ചായ കുടിക്കുന്ന 10 പേരാണോ? നോക്കിയേ. ചായ മാത്രം കുടിക്കുന്നവർ 10 പേരുണ്ട്, ചായയും കാപ്പിയും കുടിക്കുന്നവർ ഒരു 10 പേരുണ്ട്. സോ ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 10ഉം 10ഉം ആഡ് ചെയ്തിട്ട് ചായ കുടിക്കുന്നവർ അപ്പോൾ എത്ര പേരുണ്ടാവും? 20 പേരുണ്ടാവും എന്നാണ് പറയാം, അല്ലേ? അതുപോലെ തന്നെ കാപ്പി കുടിക്കുന്ന സമയത്തും കാപ്പി കുടിക്കുന്ന ആളുകൾ പറയുമ്പോഴും ഈ 10ഉം 10ഉം ആഡ് ചെയ്യുമ്പോൾ എത്ര ഉണ്ടാവും? 20 ഉണ്ടാവും. ശരിയല്ലേ? ഇനി ചായയും കാപ്പിയും കുടിക്കുന്നവർ എന്നിട്ട് 10 ആളുകളെയും തരും. ഇവ ഒന്നും കുടിക്കാത്ത 10 ആളുകൾ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ടോട്ടൽ ഇപ്പോൾ 40 പേരാണോ വരുന്നത്? അല്ല, 40നേക്കാൾ എക്സീഡ് ചെയ്തു. സോ ആ എക്സീഡ് ചെയ്യാനുള്ള കാരണം എന്താ? ചായ മാത്രം കുടിക്കുന്നവർ എന്ന ആ ടേംസിൽ നിന്ന് ചായ കുടിക്കുന്നവർ എന്ന ടേംസിലേക്ക് പോകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഈ 10 ആളുകൾ വീണ്ടും കൈവന്തിക്കുന്നത്. സോ കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും. സോ ഇത് നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഹോസ്റ്റലിൽ ചായ കുടിക്കുന്നവർ 60%-ൽ നിന്ന് എത്ര പേരാണ് ചായ മാത്രം കുടിക്കുന്നത് എന്ന് എന്ത് ചെയ്യണം? നമുക്ക് കണ്ടുപിടിക്കണം. എങ്കിൽ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ എന്ത് ചെയ്യും? ഉത്തരം കറക്റ്റ് കിട്ടും. ഓക്കെ. സോ അതിന് നിങ്ങളെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ആ ഫിഗറിൻ്റെ പേരാണ് ഏത്? വെൻ ഡയഗ്രം. അതാണ് ഇന്നത്തെ ടോപ്പിക്. സോ വെൻ ഡയഗ്രം എന്നുള്ള ഫിഗർ വളരെ സിമ്പിളാണ്. കൺസെപ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഹോസ്റ്റലിലുള്ള മൊത്തം വിദ്യാർത്ഥികളെ നമ്മളൊരു ചതുരത്തിൽ റെപ്രസെൻറ്റ് ചെയ്യും, റെക്റ്റാങ്കിളിൽ. സോ നിങ്ങളിപ്പോൾ എങ്ങനെ ഫീൽ ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു ഹെലികോപ്റ്ററിൽ നിന്ന് ഒരു മൈതാനത്തിലേക്ക് നോക്കുന്ന സമയത്ത് ആ ഹോസ്റ്റലിലുള്ള കംപ്ലീറ്റ് ആളുകളുടെയും ഹെഡ് ഇങ്ങനെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുക. അവിടെ എല്ലാവരുടെയും തല ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി. സോ ഇതാണ് അപ്പോൾ 100% എന്ന് പറയുന്നത്. പെർസെൻറ്റേജ് പറയുമ്പോൾ 100% എന്നുള്ള രീതിയിൽ എടുക്കുക. എന്നിട്ട് ഇതിന്ന് ഇത്ര ആളുകളെ നിങ്ങളോട് സെലക്ട് ചെയ്യുക ഒരു സർക്കിളിൽ. സോ ഇവരാണ് ചായ കുടിക്കുന്നവർ എന്നുള്ളത് മനസ്സിലാക്കുക. ചായൻ്റെ ഇംഗ്ലീഷ് ടീ എന്നായതുകൊണ്ട് ഞാൻ ടീ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി കാപ്പി കുടിക്കുന്നവർ അടുത്തൊരു സർക്കിൾ നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അതിൽ ചായയും കാപ്പിയും കുടിക്കുന്നവരുള്ളതുകൊണ്ട് അടുത്ത സർക്കിൾ നിങ്ങൾ വരക്കുമ്പോൾ ഈ സർക്കിളിലേക്ക് മെർജ് ചെയ്ത് വരക്കുക. ഇവരാണ് കോഫി കുടിക്കുന്നവരെന്ന് എന്ത് ചെയ്യുക? ഇമാജിൻ ചെയ്യുക. സോ ഇവരാരായിരിക്കും? ഇവർ ചായയും കാപ്പിയും കുടിക്കുന്നവരായിരിക്കും. സോ ഈ ഔട്ട് സൈഡിൽ നിൽക്കുന്ന ഈ ആൾക്കാരോ, അത് ചായ ഒന്നും കുടിക്കാത്ത, ചായയും കാപ്പിയും കുടിക്കില്ല, അവരായിരിക്കും. ഓക്കെ. എന്നിട്ട് ഈ ഫിഗറിൽ നിങ്ങൾ ഈ വാല്യൂസ് നിങ്ങൾ എന്ത് ചെയ്യണം? ഇട്ട് കൊടുക്കണം. അതിലധികം ആളുകളും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. ഇതിലെ ചായ കുടിക്കുന്നവർ എത്ര പെർസെൻറ്റേജാണെന്ന് പറഞ്ഞാൽ 60%. അപ്പോൾ 60% എന്ന് ഇവിടെ എഴുതി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൺസെപ്റ്റ് എന്ത് ചെയ്യില്ല, കിട്ടില്ല. സോ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ഈ ചായൻ്റെ 60%ഉം കോഫിയുടെ 50% നിങ്ങൾ എന്ത് ചെയ്യരുത്? എഴുതരുത്. ആദ്യം നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് ചായയും കാപ്പിയും കുടിക്കുന്ന ഈ 25% ഇല്ലേ, അതെവിടെ എഴുതണം? ഈ ഗ്യാപ്പിൽ എഴുതണം. സോ ഇവർ 25% നമുക്ക് കിട്ടും. 25%. അപ്പോൾ ചായ കുടിക്കുന്നവർ എത്രയാണെന്നാണ് മൊത്തത്തിൽ പറഞ്ഞേ? 60% പറഞ്ഞത്. 60%. ആ 60% നിങ്ങൾ എന്ത് ചെയ്യുക? ഈ 25 എന്ത് ചെയ്യുക? കുറക്കുക. സോ 60ൽ നിന്ന് 25 പോയാൽ എത്ര ഉണ്ടാവും ബാക്കി? എൻ്റെ മനസ്സിൽ വരുന്നത് 35ആണ്. നിങ്ങൾക്ക് അതിനെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ചായ കുടിക്കുന്നവർ ഇപ്പോൾ 60 അല്ലേ നോക്കി, 60% അല്ലേ നോക്കി, ഈ 35 25 കൂട്ടിക്കഴിഞ്ഞാൽ 60ആണ്. സോ ഈ 35 ആരാ? ഈ 35ആണ് ചായ മാത്രം കുടിക്കുന്നവർ. ഇവർ ചായ മാത്രമേ കുടിക്കുള്ളൂ, അവർ ആരും വരില്ല. കാപ്പി കുടിക്കുന്നവർ അതിലില്ല.
ഓക്കെ, ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, കോഫി കുടിക്കുന്നവരെയും കോഫി മാത്രം കുടിക്കുന്നവരെ കണ്ടുപിടിക്കണം. സോ കോഫി കുടിക്കുന്നവർ എത്ര പേരാ? 50% ആണ്. അപ്പോൾ കോഫി മാത്രം കുടിക്കുന്നവർ എത്ര വരും? ഈ 50-ൽ നിന്ന് 25 പോയാൽ ബാക്കി 25 വരും, 25 വരും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുക 100% കറക്റ്റ് കിട്ടിയിരിക്കണം. ഓക്കെ, അപ്പോൾ അതൊന്ന് ആഡ് ചെയ്ത് നോക്കൂ. 25, 25, 50 കിട്ടി. 50, 35 എത്ര കിട്ടും? 85 കിട്ടും. 85. ഇനി 100% ആവണമെന്നുണ്ടെങ്കിൽ എവിടെയുള്ള ആൾക്കാരെ വേണ്ടേ? ഇത് രണ്ടും കുടിക്കാതെ പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ വേണ്ടേ? സോ അവരെത്ര ഉണ്ട്? 100-ൽ നിന്ന് 85 പോയാൽ ബാക്കി 15%. സോ അതിൻ്റെ ആൻസർ എന്താ വരിക? 15% എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ മെത്തേഡിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കണം. ഈ മെത്തേഡ് എന്ന് പറയുന്നത് സാധാരണ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. തന്നിരിക്കുന്ന ഡാറ്റ എയും ബിയും, കോമൺ ആയിട്ടുള്ളത് സിയും, പുറത്തുള്ളത് ഡിയും തന്നിട്ട് ഇതിനൊരു ഇക്വേഷൻ പറയാറുണ്ട് സാധാരണ. ആ ഇക്വേഷനിൽ പഠിക്കാറുണ്ട് a+b+d -100 ആണ് ഇതിൻ്റെ കോമൺ വരിക എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇക്വേഷൻ പഠിക്കാറുണ്ട്. സോ ഈ ഇക്വേഷൻ തൃപ്തിപ്പെടുന്ന ആളുകളടുത്ത് ഞാൻ പറയുകയാണ്, ഈ ഒരു ഇക്വേഷനിൽ നിങ്ങൾക്ക് എന്ത് മാത്രമേ കിട്ടുള്ളൂ? കോമണേ കിട്ടുള്ളൂ. ഇതിൽ തന്നെ നിങ്ങൾ ഒരു 2024 ക്വസ്റ്റ്യൻ പേപ്പറിലേക്കൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിലെ ഒരു ഇനം മാത്രം കുടിക്കുന്നവർ, മീൻസ് ചായയോ അല്ലെങ്കിൽ കാപ്പിയോ മാത്രം കുടിക്കുന്നവർ എത്ര പേരുണ്ടെന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ വരാൻ പോകുന്നുണ്ട്. സോ അത് നമുക്ക് ഈ ഇക്വേഷൻ വഴി എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ കഴിയില്ല. കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഇക്വേഷൻ പഠിക്കുന്നതിൽ ഞാൻ എന്തല്ല, വിരോധിയല്ല. പക്ഷേ കൺസെപ്റ്റ് എന്താണെന്ന് അറിയാതെ ജസ്റ്റ് ഈ ഇക്വേഷൻ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടുക എന്നല്ലാതെ മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യാനില്ല, ആൻസർ ചെയ്യാൻ കഴിയില്ല. സോ വെൻ ഡയഗ്രത്തിൽ നിന്ന് ഒന്നും ഇങ്ങോട്ട് പിടിച്ച് കുലുക്കുന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ ഫോളോ ചെയ്യാൻ മാക്സിമം നോക്കുക കേട്ടോ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ എക്സാം നോക്കിക്കോളൂ. അത് ഡിഗ്രി പ്രിലിംസ് കഴിഞ്ഞ വർഷം 2024 സ്റ്റേജ് 1 ചോദിച്ചുള്ള ക്വസ്റ്റ്യനാണ്. സോ സെയിം ക്വസ്റ്റ്യനാണ്. ഒരു പരീക്ഷയിൽ 40% വിദ്യാർത്ഥികൾ ഇംഗ്ലീഷിലും 53% വിദ്യാർത്ഥികൾ ഗണിതത്തിലും പരാജയപ്പെട്ടു. ഓക്കെ, പിന്നെ പറയുന്നത് 2 വിഷയങ്ങളിലും പരാജയപ്പെട്ട 15% പേരുണ്ട് എങ്കിൽ 2 വിഷയങ്ങളിലും വിജയിച്ചവരുടെ ശതമാനം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമുക്ക് നേരെ വെൻ ഡയഗ്രത്തിലേക്ക് പോകാമല്ലോ. ഓക്കെ, സോ 100% ആയതുകൊണ്ട് അഗെയിൻ നമുക്ക് എന്ത് ചെയ്യാം, വെൻ ഡയഗ്രം വരക്കാം. സോ ഈ ചതുരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മൾ പറഞ്ഞത്? ടോട്ടൽ കാൻഡിഡേറ്റ്സ്, അത് നിങ്ങൾ 100% ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഫസ്റ്റ് പറയുന്നത് ഇംഗ്ലീഷിൽ അല്ലേ. സോ ഇവരാണ് ഇംഗ്ലീഷിൽ തോറ്റിട്ടുള്ള ആൾക്കാരെന്ന് വിചാരിക്കുക. സോ ഞാൻ ഇംഗ്ലീഷ് എന്നുള്ള എഴുതിയിട്ടുണ്ട്. ഇവർ നിങ്ങൾ ഗണിതം എന്നാണ് മാത്സിൻ്റെ എം നിങ്ങൾ ഇട്ടിട്ടുണ്ട്. സോ ഇത് ഇംഗ്ലീഷിൽ പരാജയപ്പെട്ടവർ, ഇത് മാത്സിൽ പരാജയപ്പെട്ടവർ. സോ ആദ്യം നമ്മൾ ഏതാ മാർക്ക് ചെയ്യുക? ഈ 40% മാർക്ക് ചെയ്യുമോ? ആ 40% മാർക്ക് ചെയ്യലാണ് എറർ. ഒരിക്കലും ചെയ്തു പോകരുത്. ആദ്യം നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് ഈ സെൻറ്ററിലുള്ളതാണ്, മറന്നു പോകരുത്. സോ സെൻറ്ററിലുള്ള എത്ര എണ്ണം വരുന്നത്? 2-ലും തോറ്റവർ. ഇവർ ഇംഗ്ലീഷ് തോറ്റവർ, ഒരു മാത്സ് തോറ്റവർ. അപ്പോൾ ഇവർ ഇംഗ്ലീഷിലും മാത്സിലും തോറ്റ 15 പേര്. ഫസ്റ്റ് 15 മാർക്ക് ചെയ്യാം. ഓക്കെ, ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ 40-ൽ നിന്ന് 15 നിങ്ങൾ കുറക്കുക. സോ 40-ൽ നിന്ന് 15 പോയാൽ 25 പേര്. സോ ഈ 25-ൻ്റെ പ്രത്യേകത നമ്മൾ എന്താ പറഞ്ഞത്? 25-ൻ്റെ പ്രത്യേകത ഇംഗ്ലീഷിൽ മാത്രം തോറ്റവർ കേട്ടോ. ഇംഗ്ലീഷിൽ മാത്രം തോറ്റവർ 40% മൊത്തം ഇംഗ്ലീഷിൽ തോറ്റവർ. ഓക്കെ, ഇനി മാത്സിൽ മാത്രം തോറ്റ കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 53-ൽ നിന്ന് ഈ 15 കുറക്കണം. സോ 53 10 പോയാൽ 43, അതിന് 5 കുറച്ചാൽ 38 നിങ്ങൾക്ക് കിട്ടുക. നമ്മൾ പറഞ്ഞത് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 100% കിട്ടണം. ആഡ് ചെയ്തോളൂ. സോ 25-ഉം 15-ഉം 40, 40-ഉം 38-ഉം 78. സോ 78-ഉം 22-ഉം ആണ് എന്ത് വരിക? 100% വരിക. സോ ഈ 22 പേര് ഇവിടെ പുറത്തുള്ളവരാണ്. സോ പുറത്തുള്ള ആൾക്കാർ ആരാടാ? ഇവർ പരാജയപ്പെട്ടവർ, ഇത് 2-ലും പരാജയപ്പെട്ടവർ. അപ്പോൾ ഈ പുറത്തുള്ള ആൾ 2-ലും പരാജയപ്പെടാത്തവർ എന്ന് വെച്ചാൽ വിജയിച്ചവർ. സോ വിജയിച്ചവരുടെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ള പെർസെൻറ്റേജ് 22. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. സോ ഇതും നിങ്ങൾ ഡിഗ്രി പ്രിലിംസ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റേജ് 2 2023 ക്വസ്റ്റ്യനാണ്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. പെർസെൻറ്റേജിലല്ല ക്വസ്റ്റ്യൻ, നമ്പറേ തന്നിട്ടുണ്ട്. 250 സ്റ്റുഡൻസാണ് മൊത്തം ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അർത്ഥം മനസ്സിലായിക്കോ. എമംഗ് 250 സ്റ്റുഡൻസ്, 250 പേരിൽ 110 പേര് ഫുട്ബോൾ കളിക്കുന്നവരും 152 വിദ്യാർത്ഥികൾ ക്രിക്കറ്റ് കളിക്കുന്നവരുമാണ്. രണ്ടും കളിക്കുന്നവർ, ഫുട്ബോളും ക്രിക്കറ്റും കളിക്കുന്ന 53 പേരുണ്ട് എന്നാണ് പറയുന്നത്. സോ നെയ്തർ ഫുട്ബോൾ നോർ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടും കളിക്കാത്തവർ, ഫുട്ബോളും കളിക്കുന്നില്ല ക്രിക്കറ്റും കളിക്കാത്തവർ എത്ര എന്നുള്ളതാണ്. സോ ഇതിൽ നമുക്ക് ഫിഗർ വരക്കാം. ഇപ്രാവശ്യം ഈ ചതുരം എന്താ ഇവിടെ? പേഴ്സൻറ്റേജ് അല്ലാത്തതുകൊണ്ട് മൊത്തം 250 വിദ്യാർത്ഥികളാണ് ഈ ചതുരത്തിലുള്ളത്. അതിൽ ഫുട്ബോൾ കളിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഈ സർക്കിളിനോട് റെപ്രസെൻറ്റ് ചെയ്യുക.
പിന്നെ ക്രിക്കറ്റും മാർക്ക് ചെയ്യാം. സോ ഇവർ ഫുട്ബോൾ കളിക്കുന്നവർ, ഇത് ക്രിക്കറ്റ് കളിക്കുന്നവർ, ഇവർ ഫുട്ബോളും ക്രിക്കറ്റും കളിക്കുന്നവർ, ഈ പുറത്തുള്ളവർ ഇത് രണ്ടും കളിക്കാത്തവർ. നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഇത് രണ്ടും കളിക്കാത്ത പുറത്തുള്ള ആളുകളെയാണ്. നമുക്കത് ചെയ്യാം. സോ ആദ്യം നിങ്ങൾ മാർക്ക് ചെയ്യേണ്ട ഏതാ? രണ്ടും കളിക്കുന്നവർ എത്ര പേരാണ്? 53 പേരാണ്. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ എന്ത് ചെയ്യുക? 53 മാർക്ക് ചെയ്യുക. എന്നിട്ട് 110 പേരാണ് ഫുട്ബോൾ കളിക്കുന്നു എന്ന് പറഞ്ഞത്. സോ 110 നിങ്ങൾ എന്ത് ചെയ്യുക? 53 കുറക്കുക. സോ 110 50 പോയ 60, അതിൽ 3 പോയ 57. സോ 57 പേരാണ് ഫുട്ബോൾ മാത്രം കളിക്കുന്ന ആളുകൾ. ഇനി ക്രിക്കറ്റ് കളിക്കുന്നവർ പറഞ്ഞിട്ടുള്ളത് 152 സോ അതിൽ നിന്ന് 53 പോയാൽ നിങ്ങൾക്കറിയാം അത് 99. സോ ഇനി ഈ മൊത്തം കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര കിട്ടണം? ടോട്ടൽ 250 കിട്ടണം. സോ 99 വേണ്ട, 57ഉം 53ഉം നിങ്ങൾ ആഡ് ചെയ്താൽ 110 കിട്ടും. 110ഉം ഈ 99 ആഡ് ചെയ്താൽ നിങ്ങൾക്ക് 209 കിട്ടും. 209. സോ മൊത്തം 250 ആണുള്ളത്. സോ 250 നിന്ന് 209 പോയാൽ ബാക്കി 41 പേര് ആണ് ഇത് രണ്ടും കളിക്കാത്തവരെന്ന് കിട്ടും. സിമ്പിൾ അല്ലേ? സോ ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. സോ ഡിഗ്രി പ്രിലിംസുകളിലാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വരുന്നത് ഡിഗ്രി പ്രിലിംസ് തന്നെയാണ്. 2022 സ്റ്റേജ് 2 ആണ്. സെയിം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. സോ അത് ഡിഗ്രി പ്രിലിംസുകളിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് എടുത്ത് പറയാം. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ മെത്തേഡിന് ഒരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ചാൽ മറ്റ് പല മെത്തേഡുകളിലും ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ഇതിൽ സെൻറ്ററിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമല്ല, കാരണം ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിൽ ഒരു കാറ്റഗറി മാത്രം ചെയ്യുന്ന എത്ര ആളുകളുണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട്. സോ ഈ മെത്തേഡ് പഠിച്ചാൽ നമുക്ക് ഇതിൻ്റെ ഓവറോൾ എല്ലാ മെത്തേഡും നമുക്ക് എന്ത് ചെയ്യുന്നത് പഠിക്കും. മറ്റ് മെത്തേഡുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോമൺ ആയിട്ട് വരുന്ന ഈ സെൻറ്ററിലെ ടേം കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമേ അത് നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, സഹായിക്കുള്ളൂ. സോ പഠിക്കുമ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഉത്തരം പഠിക്കാൻ പറ്റുന്ന മെത്തേഡ് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് വീണ്ടും പെർസെൻറ്റേജിലാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാനും നിൽക്കുന്നില്ല ഞാൻ. ഡയറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഫിഗറിലേക്ക് ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ കണ്ടാലുടൻ ഫസ്റ്റ് നിങ്ങൾ ചതുരം വരക്കുന്നു. ഇത് 100% ആയിട്ട് കാണുന്നു. നിങ്ങൾക്ക് ഒന്നുകൂടെ നിങ്ങളുടെ പേന കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നത് കാണാം. 2 ക്വസ്റ്റ്യൻസ് ചെയ്തതിന് അങ്ങനെ ഗുണമുണ്ട്. അടുത്തത് നിങ്ങൾ കാറുള്ളവർ 50% ഉണ്ട് ഗ്രാമത്തിൽ. പിന്നെ പറയുന്നത് ഇപ്പോൾ കാറെന്ന് മാർക്ക് ചെയ്യുക. പിന്നെ പറയുന്നത് 2 വീലേഴ്സ് ബൈക്കാണ്. ഇപ്പോൾ 2 വീലേഴ്സ് ഞാൻ ബൈക്ക് എന്നുള്ള രീതിയിൽ ബി എന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ഇതിൽ തന്നിട്ടുള്ള ഡാറ്റ. സോ കാറ് 50% തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ 50% എഴുതുമോ? എഴുതിയാൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് തെറ്റി. മറക്കരുത്, നിങ്ങൾ ഒരിക്കലും സർക്കിൾ ആദ്യം മാർക്ക് ചെയ്യരുത്. ആദ്യം മാർക്ക് ചെയ്യേണ്ടത് സെൻറ്ററിലായിരിക്കണം, മറക്കേണ്ട പോയിന്റ്. സോ അതിൽ പറയുന്നത് രണ്ടും ഉപയോഗിക്കുന്നത്, കാറും 2 വീലറും ഉപയോഗിക്കുന്ന എത്ര പെർസെൻറ്റേജ് ആണ്? 15% ആണ്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഫസ്റ്റ് സെൻറ്ററിൽ 15 എന്ന് എഴുതാം. പിന്നെ പറഞ്ഞത് കാറ് ഉപയോഗിക്കുന്നത് 50. സോ 50-ൽ നിന്ന് 15 കുറച്ചാൽ 35%. ഈ 35% കാറ് മാത്രം ഉപയോഗിക്കുന്നവരാണ്. പിന്നെ 30% ആണ് 2 വീലേഴ്സ് ഉപയോഗിക്കുന്നത്. അതിൽ 15 പേര് ഇവിടെ ഉണ്ട്, 15%. സോ 30-ൽ നിന്ന് 15 പോയാൽ ബാക്കി 15. സോ ഇത്രയും ഫില്ല് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. 15 15 30 35 65. സോ 100-ൽ നിന്ന് 65 പോയാൽ ബാക്കി 35% ഇതിന് ഔട്ട് സൈഡ്. സോ ഇവരാണ് നെയ്തർ കാറ് നോർ 2 വീലേഴ്സ് എന്ത് ചെയ്യുന്നത്. ഐ മീൻ കാർ വരെ ഉപയോഗിക്കുന്നില്ല, 2 വീലേഴ്സ് ഉപയോഗിക്കാത്ത 35% ആൻസർ. സോ സിമ്പിളായെന്ന് വിചാരിക്കുന്നു. സോ ഒരൊറ്റ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക തരത്തിൽ ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് അത് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ. അത് ലാബ് അസിസ്റ്റൻറ്റ് 2024 ക്വസ്റ്റ്യനാണ്, 2024. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയേ, നേരത്തെ അതേ ചോദ്യമാണ്, പക്ഷേ പെർസെൻറ്റേജ് അല്ല. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒരു ക്ലബ്ബിൽ 60 പേര് ക്രിക്കറ്റ് കളിക്കുന്നവർ, 30 പേര് ടെന്നീസ് കളിക്കുന്നവർ, 15 പേര് ക്രിക്കറ്റും ടെന്നീസും കളിക്കുന്നവർ. സോ ഇവിടെ നിങ്ങൾക്ക് പെർസെൻറ്റേജ് തന്നിട്ടില്ല. അപ്പോൾ ടോട്ടൽ എത്രയെന്ന് നമുക്ക് അറിയില്ല, ഇവിടെ തന്നിട്ടേ ഇല്ല. സോ നമ്മൾ ടോട്ടൽ നമുക്ക് തന്നിട്ടില്ല. ടോട്ടൽ നിങ്ങൾ കിട്ടാൻ വേണ്ടി നിങ്ങളൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. ഇതിൽ ടോട്ടൽ എത്രയോ പേരുണ്ട് നമുക്കതറിയില്ല. ഇതിൽ സർക്കിൾ വരയ്ക്കുന്നു. അതിൽ ക്രിക്കറ്റും പറയുന്നുണ്ട്, പിന്നെ പറയുന്നത് ടെന്നീസുമാണ്. സോ ടെന്നീസ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. സോ ഇതിൽ 60 പേര് ക്രിക്കറ്റാണ് കളിക്കുന്നത് പറഞ്ഞു. അപ്പോൾ 60 ഇവിടെ മാർക്ക് ചെയ്യാൻ പാടുണ്ടോ? ചെയ്യരുത്. സെൻറ്ററിൽ ആദ്യം നോക്കുക. സെൻറ്ററിൽ 15 പറഞ്ഞിട്ടുള്ളത്. സോ 15 പേര് ഇതിൽ ക്രിക്കറ്റും ടെന്നീസും കളിക്കുന്നവരാണ്. ഇനി ക്രിക്കറ്റ് കളിക്കുന്ന 60 പേരുണ്ടെന്ന് പറഞ്ഞ് അതിൽ 15 പേര് ഇവിടെ കിടക്കുന്നുണ്ട്. സോ 60-ൽ നിന്ന് 15 പോയാൽ എത്ര വരുന്നുണ്ട്? 45 പേര് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ചോദിച്ചത് പിന്നെ പറഞ്ഞിട്ടുള്ളത് ക്രിക്കറ്റ് ടെന്നീസ് കളിക്കുന്നവർ 30 പേര്. സോ 30-ൽ നിന്ന് 15 പേര് ഇവിടെ ഉണ്ട്. 30-ൽ നിന്ന് 15 പോയാൽ ബാക്കി എത്ര ഉണ്ട്? 15.
ഇനി നിങ്ങൾ നോക്കിയേ, ഈ ക്രിക്കറ്റും ടെന്നീസും കളിക്കാത്തവർ എത്ര പേരെന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത് നോക്കിയേ. അല്ല, സോ ക്വസ്റ്റ്യൻ മാറിയില്ലേ, അതാ പറയുന്നത്. സോ ഹൗ മെനി പ്ലേ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദീസ് ടു ഗെയിംസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അറ്റ്ലീസ്റ്റിൻ്റെയും അറ്റ്മോസ്റ്റിൻ്റെയും അർത്ഥം നിങ്ങളിതിൽ അറിയില്ല, നിർബന്ധമാണ്. അറ്റ്ലീസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എന്താ അറിയാം, എന്താ അർത്ഥം? അവർ ഒരു കളിയെങ്കിലും കളിക്കണം എന്നാണ്. അപ്പോൾ 2 കളി കളിക്കുന്നവരെ ഇതിൽ നമുക്ക് ഉൾപ്പെടുത്താം. പിന്നെ ഒരു കളി മാത്രം കളിക്കുന്നവരെ നമുക്ക് എന്ത് ചെയ്യാം, ഉൾപ്പെടുത്താം. സോ ഇത് ഒരു കളി കളിക്കുന്നവർ മാത്രമാണെങ്കിൽ നിങ്ങളിത് ചോദിക്കുക, ഇതിൽ ഒരു കളി മാത്രം കളിക്കുന്ന എത്ര പേരുണ്ട് എന്നാണ് ചോദിക്കുക. അപ്പോൾ അതിൻ്റെ ആൻസർ വരിക 45ഉം ഈ 15ഉം കൂട്ടിയിട്ട്. കാരണം 45 പേര് ക്രിക്കറ്റാണ് കളിക്കുന്നത്, 15 പേര് ടെന്നീസ് മാത്രമാണ് കളിക്കുന്നത്. അപ്പോൾ ഒരു കളി മാത്രം കളിക്കുന്നവർ എത്രയെന്ന് വെച്ചാൽ 45ഉം 15ഉം കൂട്ടിയ 60 എന്നുള്ള ഈ ആൻസറാണ് വരിക. പക്ഷേ അറ്റ്ലീസ്റ്റ് വണ്ണിൻ്റെ അർത്ഥം ചുരുങ്ങിയതൊന്ന് എന്നാണ്. ചുരുങ്ങിയതൊന്ന്. പിന്നെ നിങ്ങൾക്ക് പറയാറുള്ളത് അറ്റ്മോസ്റ്റ് വൺ എന്നുള്ളതാണ്. അറ്റ്മോസ്റ്റ് വണ്ണിൻ്റെ അർത്ഥം പറയാം പരമാവധി ഒന്ന് എന്നുള്ളതാണ്. ഓക്കെ, ചുരുങ്ങിയത് ഒരു കളി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർക്ക് ഒരു കളി കളിക്കാം, ചുരുങ്ങിയത് ഒന്ന് കളിക്കണം എന്നാണ്. അപ്പോൾ ഒരു കളി കളിക്കുന്നവരാവാം, 2 കളി കളിക്കുന്നവരാവാം. അപ്പോൾ ഇത് പറ്റും. സോ ഒരു കളി കളിക്കുന്ന എത്ര പേരുണ്ട്? ക്രിക്കറ്റ് എന്ന് പറഞ്ഞ കളി 45 പേരും, ടെന്നീസ് മാത്രം കളിക്കുന്ന എത്ര പേരുണ്ട്? 15 പേരുണ്ട്. 45ഉം 15ഉം ആഡ് ചെയ്താൽ നിങ്ങൾക്ക് 60 വരും. സോ ഇത് ഇവർ ഒരു കളി മാത്രം കളിക്കുന്നവരാണ്. ഇനി രണ്ട് ക്രിക്കറ്റും ടെന്നീസും കളിക്കുന്ന എത്ര പേരുണ്ട്? 15 പേരുണ്ട്. സോ അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യാൻ വിട്ടുപോകരുത്. സോ ഈ 60ഉം ഈ 15ഉം കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ എത്ര വരും? 75. സോ 75 ആണ് നിങ്ങളുടെ ആൻസർ വരിക. ഓക്കെ, സോ ഇതിന്ന് വ്യത്യസ്തങ്ങളായ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇനി അറ്റ്മോസ്റ്റ് വണ്ണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കളി പരമാവധി അവൻ ഒരു കളി കളിക്കാൻ പാടുള്ളൂ. സോ അവിടെ നിങ്ങൾ കണക്കൂട്ടേണ്ടത് ഒരു കളിയും കളിക്കാത്തവർ എത്രണ്ണം, ഒരു കളി കളിക്കുന്നവർ എത്രണ്ണം, ആ എമൗണ്ടാണ് വേണ്ടത്. സോ അവിടെ അറ്റ്മോസ്റ്റ് വണ്ണിൻ്റെ ഉത്തരം നമുക്ക് പറയാൻ കഴിയുമോ? ഇല്ല, കാരണം ഒരു കളിയും കളിക്കാത്ത എത്ര പേരുണ്ടെന്ന് ക്വസ്റ്റ്യൻ എന്തില്ല, മെൻഷൻ ചെയ്തിട്ടില്ല. ഒരു കളി മാത്രം കിട്ടുന്ന 45ഉം 15ഉം 60 നമ്മളുടെ കയ്യിലുണ്ടാവുള്ളൂ. സോ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അറ്റ്മോസ്റ്റ് ചോദിക്കാത്തത്. സോ അറ്റ്ലീസ്റ്റ് വണ്ണും അറ്റ്മോസ്റ്റ് വണ്ണിൻ്റെ മീനിങ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അറ്റ്ലീസ്റ്റിൻ്റെ അർത്ഥം മറക്കണ്ട, ചുരുങ്ങിയത് ഒരു കളി. അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ പരമാവധി ഒരു കളി, അങ്ങനെ. സോ നിങ്ങളിപ്പോൾ അത് ഏത് രീതിയിൽ ഓർക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല സ്നേഹമുള്ള ഒരാൾ നമുക്ക് മുട്ടായി തരികയാണെന്നുണ്ടെങ്കിൽ നീ അറ്റ്ലീസ്റ്റ് 2 എണ്ണമെങ്കിലും അതിൽ നിന്ന് എടുക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചുരുങ്ങിയത് നമുക്ക് 2 എണ്ണം എടുക്കാം, ഏറിയാൽ നമുക്ക് എത്ര എടുക്കാം എന്നാണ്. ഓക്കെ, കുറച്ചൊക്കെ ഹെൽത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു പാരൻ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, അറ്റ്മോസ്റ്റ് നിങ്ങൾ 2 എടുക്കാൻ പാടുള്ളൂ. പരമാവധി 2 എണ്ണം എടുക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ 1 എടുത്തില്ലെങ്കിൽ അവർ ഹാപ്പിയാണ്, 1 മാത്രം എടുത്താലും ഹാപ്പിയാണ്. മാക്സിമം നിങ്ങൾ 2 എടുക്കാൻ പാടുള്ളൂ. 3ാമത്തെ എടുത്താൽ അച്ഛൻ്റെയോ അമ്മയുടെയോ യഥാർത്ഥ സ്വഭാവം നിങ്ങൾ അറിയും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം പ്രാക്ടീസിനായിട്ട്. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു ക്ലാസ്സിലെ 70 കുട്ടികളിൽ 45 പേർ ചായ കുടിക്കും, 20 പേർ കാപ്പി കുടിക്കും, 10 പേർ ചായയും കാപ്പിയും കുടിക്കും എങ്കിൽ ചായയും കാപ്പിയും കുടിക്കാത്തവർ എത്ര പേര്? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. സോ ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.